ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാഹ് ഞങ്ങളും സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ കുറേ വീഡിയോസിൻ്റെ ഇടയിൽ കമൻറ്റിൽ കണ്ടിനി കേക്കിൻ്റെ വീഡിയോസ് ഇടുമോ എന്ന്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് 1 kg ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ റെസിപ്പി പറഞ്ഞുതരാൻ വിചാരിച്ചു. അപ്പോൾ ആ വീഡിയോസാണ് കേട്ടെന്ന്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ തന്നെ ഫസ്റ്റത്തെ സ്റ്റെപ്പാട്ടത് മോൾഡിൻ്റെ ഉള്ളിൽ എണ്ണ തടവിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. അപ്പോൾ എനിക്ക് 2 കേക്കാണെന്ന് ഓർഡർ. അപ്പോൾ ഞാൻ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം മുട്ട ബീറ്റ് എടുക്കുന്ന ബൗളിൽ തീരെ വെള്ളം പാടില്ല കേട്ടോ. സ്റ്റീലിൻ്റെ പാത്രത്തിൽ വെള്ളത്തിൻ്റെ അംശമുണ്ട്. അത് ഞാൻ സ്റ്റാൻഡ് ബീറ്ററിൽ ചെയ്യണതായതുകൊണ്ടാണ്. അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടായാൽ കുഴപ്പമില്ല. ഇത് ഞാൻ ഹാൻഡ് ബീറ്റർ വെച്ച് ചെയ്യണതാണ് കേട്ടോ ഈ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക്. പിന്നെ സ്റ്റാൻഡ് ബീറ്റർ എല്ലായിടത്തും ഉണ്ടായിക്കോണം എന്നില്ലല്ലോ. അതാണ് ഞാൻ ഹാൻഡ് ബീറ്റർ വെച്ച് ചെയ്യണത്. ഹാൻഡ് ബീറ്ററൊക്കെ ഞാൻ എടുത്ത് വെച്ചിനി തപ്പി പിടിച്ച് എടുത്ത് നല്ലോണം ക്ലീൻ ചെയ്ത് കണ്ടപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ 4 കോഴിമുട്ട വേണം. അപ്പോൾ കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കട്ടോ. അപ്പോൾ സ്റ്റീലിൻ്റെ ബൗളിൽ ഞാൻ 3 കോഴിമുട്ടയാണ് കേട്ടോ. അതും 1 kg തന്നെയാണ്. അത് സ്റ്റാൻഡ് ബീറ്റർ ആയതുകൊണ്ട് അതിൽ 3 കോഴിമുട്ട മതി. എനിക്കിപ്പോൾ 2 ഒന്നിക്ക് ഇട്ടുങ്ങാണ്ട് എളുപ്പപ്പണി ചെയ്താൽ മതി. 2-3 കിലോന് ഈ സ്റ്റീലിൻ്റെ ബൗളിൽ പോവും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി സെപ്പറേറ്റ് വേറെ കാണിക്കാം കേട്ടോ. അപ്പോൾ കുറേ വീഡിയോസിൻ്റെ ഇടയിൽ ഞാൻ കമൻറ്റ് കാണലുണ്ട് കേക്കിൻ്റെ വീഡിയോസ് ഇടുമെന്നുള്ളത്. അപ്പോൾ കുറച്ച് ഇടങ്ങാറായാലും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ വിചാരിച്ച്. പിന്നെ എന്താ പറയുക, പെട്ടെന്ന് വരുന്ന കേക്കാകുമ്പോഴാണ് എനിക്ക് വീഡിയോസ് എടുക്കാൻ കഴിയാത്തത്. പിന്നെ തലേന്ന് പറഞ്ഞതുകൊണ്ട് അത് ഞങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അങ്ങനെ 4 കോഴിമുട്ട പൊട്ടിച്ച് വെച്ചു. ഇനി നമുക്ക് അതിലേക്ക് വാനില എസൻസ് കേട്ടോ. 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് കേട്ടോ. ഞാൻ പിന്നെ ആ മൂടിക്കൊരു മൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എനിക്കൊക്കെ ഒരു സുമാറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത് കേട്ടോ. 1 ടീസ്പൂൺ നിങ്ങൾ ഒഴിക്കുമ്പോൾ 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതൊക്കെ നമുക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്. അപ്പം ഇതൊക്കെ ഒരു സുമാറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 1 കപ്പ് ഇട്ട് കൊടുക്കുക. അത് പൊടിക്കാത്ത പഞ്ചസാര ആയതുകൊണ്ട് ഞാൻ 3/4 കപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പൊടിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ. എനിക്ക് പിന്നെ ഇതിൽ പൊടിക്കേണ്ട ആവശ്യമില്ല സ്റ്റാൻഡ് ബീറ്ററിൽ. പിന്നെ മറ്റേലും ഞാൻ പൊടിക്കാൻ നിൽക്കണില്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇക്കടകളൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നമുക്കത് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ബീറ്റ് ചെയ്യണില്ല. ഞാൻ സ്റ്റാൻഡ് ബീറ്ററിനാണ് ഇപ്പോൾ ബീറ്റ് ചെയ്യണത് കേട്ടോ. നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബൗളത്ത് നോക്കിയാൽ മതി. അതിൻ്റെ ഇടയിൽ കൂടെ മറ്റതും ചെയ്യണോണ്ടേ. നമുക്ക് പൊടികളൊക്കെ നമുക്ക് 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന് 1 കപ്പാട്ട മൈദ. അപ്പോൾ കണ്ടോ, ഇങ്ങനെ നമ്മൾ കോരി എടുക്കരുത്. 1 കപ്പ് കൊണ്ട് മറ്റേ കപ്പക്ക് കോരിയിട്ട് വേണം അളവെടുക്കാൻ. പിന്നെ അത് വടിച്ച് കൊടുത്തിട്ട് നമ്മൾ അരിപ്പയൊക്കെ ഇട്ട് കൊടുക്കുക. അങ്ങനെയായിട്ട് ചെയ്യൽ. പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് കൊക്കോ പൗഡർ വേണമല്ലോ. അപ്പോൾ ഞാൻ എന്ത് കാട്ടും, ഫസ്റ്റ് 1 kgക്ക് 3 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ആദ്യം ആ കപ്പക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ മൈദ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ മൈദ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു 3 സ്പൂൺ അതിന്ന് എടുത്തിട്ട് കൊടുത്തിട്ട് പിന്നെ വേണം ആ 3 സ്പൂൺ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഞാൻ അങ്ങനെയല്ല ചെയ്യൽ. ഫസ്റ്റ് തന്നെ 3 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറാണ് മൈദ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ അതൊക്കെ ഇടാതെ ഞാൻ ഉണ്ടാക്കലുണ്ട്. ഇട്ടുങ്ങാണ്ടും ഞാൻ ഉണ്ടാക്കലുണ്ട്. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് ഇട്ടുങ്ങാണ്ടുള്ളതാണ് കേട്ടോ. അപ്പം അങ്ങനെ നമുക്ക് 1 കപ്പ് മൈദ അളന്നെടുക്കാം. അതേപോലെ കുടയോ തട്ടോ ഒന്നും ചേർത്ത് ഇങ്ങനെ വടിച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെ അതൊക്കെ അളന്നെടുത്ത് ഇനി നമുക്ക് അരിപ്പയൊക്കെ മാറ്റി കൊടുക്കാം കേട്ടോ. ഒരു ബൗളും ഒരു അരിപ്പയൊക്കെ അതിൽ നിന്ന് എടുത്ത് വെക്കണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. അപ്പം ഇനി അതിക്കിട്ട് കൊടുക്കുക. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഞാൻ മറ്റേ കേക്കൊക്കെ ഉള്ളതും അളന്നെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇതാണിപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത്. എനിക്ക് ശരിക്കും കപ്പിൻ്റെ അളവൊന്നും പറഞ്ഞു തരാൻ തന്നെ അറിയില്ല. ആദ്യമൊക്കെ ഞാൻ അങ്ങനെ നല്ലോണം കറക്റ്റായി അളന്ന് മുറിച്ചെടുത്തീനി. ഇപ്പം അതൊന്നുമില്ല. ഇപ്പോൾ ഓരോരോ സുമാറാണ്ട് എടുക്കും. ഫസ്റ്റ് ചെയ്യണ പോലെ എന്തായാലും ഇങ്ങനെ അളന്ന് തിട്ടപ്പെടുത്തി എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഫ്ലോപ്പാവും. അപ്പം ഇനി 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ. അത് ഇതേമാതിരി വടിച്ചെടുക്കണം കേട്ടോ. നിറച്ചെടുക്കരുത്, വടിച്ചെടുത്തുകൊണ്ട് അതിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ബേക്കിംഗ് പൗഡർ, അത് 1 ടീസ്പൂൺ കേട്ടോ. 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. ഒക്കെ അതേമാതിരി നമ്മൾ വടിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ അതിട്ട് കൊടുത്ത് പിന്നെ പൊടികളായിട്ട് ഞാൻ തന്നെയുള്ളൂ. ഇനി നമുക്ക് നല്ലോണം അത് തരിച്ചെടുക്കണം. പിന്നെ ഞാനിപ്പോൾ 1 വട്ടേ തരിച്ചെടുക്കണുള്ളൂ. ഒരു 3 വട്ടം എന്തായാലും തരിച്ചെടുക്കണം കേട്ടോ. ഇവിടെ നിന്ന് ഞാൻ സ്പീഡ് കൂട്ടിയിട്ടേ ഇല്ല കേട്ടോ. നമുക്കത് നല്ലോണം തരിച്ചെടുക്കാം. അങ്ങനെ 1 വട്ടം അങ്ങനെ തരിച്ചിട്ട് പിന്നെ സ്പാച്ചുല ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ നല്ലോണം
ആ ബൗളിൽ വെച്ചുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്താലും മതി. ആ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ എല്ലായിടത്തും എത്തണം. ഞാൻ ഈ ചെയ്യണ മാതിരി കാണിച്ചാലും മതി. ഇനി നമുക്കിത് തരിച്ച് വെച്ചിട്ട് ഞാൻ ഗ്യാസുമ്മ ചെയ്യണ കാണിച്ച ഓവൻ എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഈ 3 ബർണറുള്ള അടുപ്പാണെങ്കിൽ രണ്ടാമത്തെ ബർണർമ വെക്കുക. 2 ബർണറുള്ള അടുപ്പാണെങ്കിലും ഈ രണ്ടാമത്തെ ബർണർമ വെക്കുക കേട്ടോ. എന്നിട്ട് അത് സിമ്മിലാക്കിയിട്ട് നമ്മൾ ഒരു പാത്രം വെച്ച് കൊടുക്കുക. ഞാൻ ഈ ഓവൺ ഇല്ലാത്തതിന് മുന്നേ ഈ പാത്രം തന്നെ എടുക്കല്. അപ്പോൾ ആ പാത്രമാണ് ഇട്ടത്. അപ്പം നമുക്ക് ഒരു റിങ് വെച്ച് കൊടുത്തുകൊണ്ട് അടച്ച് വെക്കുക. അപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡ് ബീറ്ററിൻ്റെ ഒക്കെ റെഡി ആയിന് കേട്ടോ. അത് ഞാൻ വേഗം ഓവനിൽ വെച്ച് കൊടുക്കട്ടെ. നമ്മളെ കേക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഈ ഹാൻഡ് ബീറ്ററൊക്കെ എടുത്തിട്ട് കാലങ്ങളായിട്ടോ. ഇത് പിന്നെ ഒന്ന് എടുത്ത് നോക്കുകയാണ്. പിന്നെ മറ്റേലുണ്ടാക്കിയ ചേലായിട്ടേ ഇതിലെനിക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ട്, കുറേ ടൈമൊക്കെ എടുത്ത മാതിരി തോന്നുന്നു ഇതിൽ വെച്ച് ചെയ്തിട്ട്. ഇതൊക്കെ കാണിച്ചു തരാനായിട്ട് എടുത്തതാണ്. അതിൻ്റെ മുകളിൽ റാക്കിൻ്റെ മുകളിലൊക്കെ ഞാനൊരു കവറിലാക്കി എടുത്ത് വെച്ച്. നമുക്ക് മുട്ട ഞാൻ ഫുള്ള് സ്പീഡിലാട്ടോ ആദ്യം തന്നെ മുട്ട ബീറ്റ് ചെയ്യൽ. ആദ്യമൊക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പം പിന്നെ കുറേ ആയില്ലത് എടുത്തിട്ട്. അങ്ങനെ പിന്നെ ഇത് നല്ലോണം പതക്കോളം നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു വൈറ്റ് കളറാവുവോളം ബീറ്റ് ചെയ്യണം. പിന്നെ പഞ്ചസാരയൊക്കെ നമ്മൾ പൊടിച്ചാൽ അങ്ങനെ തന്നെ ഇട്ടിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നല്ലോണം മെൽറ്റ് ആവുവോളം നമ്മൾ ബീറ്റ് ചെയ്യുക. നമ്മൾ ഈ ബീറ്റർ പൊന്തിക്കുമ്പോഴേ മുറിഞ്ഞ് ചാടരുത് ബാറ്റർ കേട്ടോ. മുറിയാതെ ചാടണം. അപ്പോൾ നമ്മൾ സംഭവം സെറ്റായിട്ടോ. എനിക്ക് കേക്ക് ബേക്ക് ചെയ്യണ ക്ലാസ് എടുക്കാനുള്ള അറിവൊന്നുമില്ല. അപ്പം ഞാൻ ചെയ്യണത് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്, നിങ്ങളെല്ലാവരും ചോദിച്ചപ്പോട്ടോ. നമുക്കിത് ശരിക്കും 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാട്ടോ. 1/4 കപ്പാണ് 1 kgക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ സാധാരണ 2 ടേബിൾ സ്പൂൺ ഞാൻ സൺഫ്ലവർ ഓയിൽ കുറച്ചാണ് ഞാൻ കൊടുക്കൽ. ചിലപ്പം ചേർക്കാതെയും ചെയ്യലുണ്ട് കേട്ടോ. അത് നിർബന്ധമല്ല, സൺഫ്ലവർ ഓയിൽ നിർബന്ധമല്ല. അത് കൂടിപ്പോയാലൊരു ഒട്ടലാണ്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ വല്ലാതെ ചേർത്ത് കൊടുക്കലില്ല. അത് ചേർത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്യരുത്. ഫസ്റ്റ് സ്പീഡിലിട്ട് മാത്രം ബീറ്റ് ചെയ്യുക. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. പൊടികൾ ഫസ്റ്റ് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 1/4 കപ്പ് പാല് അളന്നട വെച്ചിട്ട് ഞാൻ പാല് പിന്നെ 1/4 കപ്പ് തന്നെ വേണം. അതിട്ട് കൊടുക്കുക. ഫസ്റ്റും ലാസ്റ്റും നമ്മളെ പൊടി തന്നെ ആവണം കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ പാല് മിക്സ് ചെയ്യുക. അങ്ങനെ പിന്നെ ഒരു സൈഡിൽ തന്നെ 2 സൈഡിലും കുത്തി ഇളക്കരുത്. ഇളക്കുകയാണെങ്കിൽ ഒരു ഭാഗത്തേക്ക് തന്നെ ഞാൻ ഈ ചെയ്യണ മാതിരി തന്നെ ചെയ്ത് കൊടുക്കുക. ആകെ ഇട്ട് കുത്തി ഇളക്കിയാൽ നമ്മളെ ബാറ്ററി താന്നു പോകും. ശരിക്കും ബീറ്ററിൽ തന്നെ വെച്ച് ചെയ്യുക. അത് പിന്നെ നമുക്ക് ഫസ്റ്റ് ചെയ്യണമല്ലാവുമ്പോൾ പറ്റൂല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ മറക്കണ്ട, ഫസ്റ്റും ലാസ്റ്റും നമ്മളെ പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ പൊടിയൊക്കെ ഇട്ടെടുത്ത് ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് പൊടിയൊക്കെ ബാറ്ററിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. അങ്ങനെ ബാറ്ററൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് എന്നിട്ട് ഇനി നമ്മളെ മോൾഡിക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വൺ kg ബാറ്ററി 8 ഇഞ്ചിലാട്ടോ ചെയ്യുക. ഇത് 8 ഇഞ്ചാണ്. പിന്നെ ഇതിൻ്റെ കുറച്ച് ഹൈറ്റുള്ള ടിന്നാണ്. ഹൈറ്റ് ഇല്ലാത്ത ടിന്നാണെങ്കിൽ നമ്മൾ സൈഡിലൊക്കെ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കണം. ഇത് പിന്നെ നല്ല ഹൈറ്റ് ഉണ്ട്. ഇതിൻ്റെ മോൾഡൊക്കെ നല്ല ഹൈറ്റുള്ള മോൾഡാണ്. അതുകൊണ്ട് ഞാൻ സൈഡിലൊന്നും ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കണില്ല. സാധാരണ കേക്കിൻ്റെ ടിന്ന് ഹൈറ്റ് കുറവേക്കാരം. അപ്പം ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കണം. ഇത് പിന്നെ ഹൈറ്റിൽ ചെയ്യിപ്പിച്ച മോൾഡാണ്. ഇനി നമുക്കൊരു ടൂത്ത് പിക്ക് എടുത്തുകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ പോകാൻ വേണ്ടിങ്ങാണ്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. കൈ വെച്ചുകൊണ്ട് നല്ലോണം ടാപ്പ് ചെയ്തിട്ട് വേണം നമ്മളെ പിന്നെ ചെമ്പൊക്കെ ഇറക്കി വെക്കാൻ. കണ്ട ചെമ്പൊക്കെ നല്ലോണം ചൂടായി വന്നിട്ട് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി 1 kg വേവാൻ 35 മിനിറ്റ് ആട്ടോ. സിമ്മിൽ തന്നെയാണ് ഇപ്പോൾ കിടക്കുന്നത്. 35 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അങ്ങനെ അതവിടെ കിടക്കട്ടെ. അപ്പോൾ നമ്മളെ മറ്റേ കേക്ക് ഓവനിലുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ മറ്റേത് വെക്കാം. നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം കേട്ടോ ഗ്യാസ് കത്തിച്ചുകൊണ്ട് പിന്നെ വെച്ചത്. ഇനിയാണ് നമുക്ക് ടാസ്ക്കുള്ള പരിപാടി, പാത്രങ്ങൾ കഴുകിയെടുക്കുക. അപ്പോൾ അതൊരു ടാസ്ക് തന്നെയാണ്. ഇഷ്ടംപോലെ ഉണ്ടാവും പാത്രം. അപ്പോൾ നമ്മൾ ഈ മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിക്കുമ്പം ഈ മുട്ടൻ്റെ തോടുണ്ടല്ലോ അതൊക്കെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കട്ടോ. അല്ലെങ്കിൽ ആകെ നമ്മളെ കിച്ചൺ ആകെ ഒരു എന്താ പറയുക, ഒരു പച്ചച്ചൂര് മണക്കുക അറിയില്ല, പച്ച മണം, ആ മണയിക്കാരം. അപ്പം അതുകൊണ്ട് ഒരു പാത്രത്തേക്ക് വെച്ച് കൊടുക്കുക. ഞാൻ അങ്ങനെയിട്ടാ ചെയ്യൽ. അപ്പം തന്നെ വേസ്റ്റ് ബാസ്ക്കറ്റ് ഇട്ട് കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ അപ്പം തന്നെ ഇട്ട് കൊടുക്കുക. അപ്പം അതുവരെ ആയ പാത്രങ്ങളൊക്കെ നമുക്ക് കഴുകിയെടുക്കുക. അപ്പോൾ 2 കേക്ക് ചെയ്ത പാത്രങ്ങളുണ്ട് കേട്ടോ കഴുകാൻ. അപ്പം എന്നാലും ഉണ്ടാവും, എത്രത്തോളം കഴുകാൻ ഉണ്ടാവും എന്നുള്ളത് കേക്ക് ചെയ്യണവർക്കറിയാം. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോൾ നമ്മൾ ഈ 35 മിനിറ്റ് വെച്ചിക്കണല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പോയിങ്ങാണ്ട് തുറന്ന് നോക്കരുത് കേട്ടോ കേക്കിൻ്റെ ബാറ്റർ. അപ്പോൾ ഞാൻ ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് ഇനി ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ 35 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കേക്കൊക്കെ ഒന്ന് സെറ്റായി ഒന്ന് നോക്കുക. ടൂത്ത് പിക്ക് കൊണ്ട് നോക്കുക. അപ്പോൾ ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ കേക്ക് സെറ്റായി.
അപ്പം ഇനി ഇൻഷാ അല്ലാ നമുക്ക് നാളെ കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും.